ടീന, ഞാനിന്ന് കലക്കിയില്ലേ? ടീച്ചർ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ മാത്രമാണ് ശരി ഉത്തരം പറഞ്ഞത്. ടോമി, കലക്കി കേട്ടോ. ഞാൻ വിചാരിച്ചു ആ അവസാനത്തെ ചോദ്യം ടോമിനെ കുരുക്കുമെന്ന്. പെട്ടെന്നെങ്ങനെ ടോമിന് ആൻസർ കിട്ടി? അതൊക്കെ കിട്ടി, അത് ഞാൻ പറയൂല. ടീനയോടൊന്നും ചോദിച്ചില്ല അല്ലേ? എന്നോടൊന്നും ചോദിച്ചില്ല. ഞാൻ പോർഷൻ മുഴുവൻ കംപ്ലീറ്റ് ചെയ്തതായിരുന്നു. അല്ല, അതുപോട്ടെ, എങ്ങനെ കിട്ടിയ ആ ഉത്തരം? അതൊരു ഫ്രണ്ട്. ഏത് ഫ്രണ്ട്? ബിജുവോ? ബിജു ആണോ പറഞ്ഞു തന്നത്? പിന്നെ ജോണോ? അല്ല. ആരാന്ന് പറ ടോം. പവിൻ ഫ്രാൻസിസ് ഫ്രം അയർലൻഡ്. അടുത്തവർ പവിന്ന് വിളിക്കും. ഓഹോ, ആ തൊട്ടടുത്തിരിക്കുന്ന ചെക്കൻ. ഞാനും ടോമിനോട് ചോദിക്കണമെന്ന് വിചാരിച്ചതാ, ഏതാ ആ പുതുമുഖമെന്ന്. നല്ല ബുദ്ധിയാ കക്ഷിക്ക്. അധികം ആരോടും മിണ്ടാത്ത ടൈപ്പാണല്ലേ? പവിയുടെ അമ്മ വളരെ സ്ട്രിക്റ്റാ. അവനെ ആരോടും അധികം കൂട്ടുകൂടാൻ അവർ സമ്മതിക്കാറില്ല. കൂട്ടുകെട്ടിലൂടെ വഴിതെറ്റുമെന്ന് പേടിച്ചിട്ടാവും ടോം. പിന്നെ എന്തറിഞ്ഞിട്ടാ ടോം കേറി ഫ്രണ്ടാണെന്നൊക്കെ പറയുന്നത്? അല്ല ടോം, ഈ പവിയെ പരിചയപ്പെട്ടിട്ട് എത്ര ദിവസമായിട്ടുണ്ടാകും? 1-2 ആഴ്ചയായി. 1-2ഒന്നുമില്ല, ഏറിയാൽ ഒരാഴ്ചയായിട്ടുണ്ടാകും. അതെ, ഒരാഴ്ച. എന്നാ തന്നെ എന്താ, ഒരാഴ്ച കൊണ്ടാരും ഫ്രണ്ട്സ് ആകാറില്ലേ? ഫ്രണ്ട്ഷിപ്പ് അത്ര ചെറിയ കാര്യമല്ല ടോം. നമ്മുടെ ഡാഡിക്ക് എത്ര ഫ്രണ്ട്സ് ഉണ്ടെന്ന് ടോമിന് അറിയാമോ? വളരെ കുറവാ, 5-6 പേരുണ്ടാകും. ഡാഡി എത്ര ഫ്രണ്ട്ലി ടൈപ്പ് അല്ലായിരിക്കാം. ടോമിന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ നമ്മുടെ ഡാഡി ഫ്രണ്ട്ലി ടൈപ്പ് അല്ലാന്ന്? അതില്ല. പക്ഷേ എന്തു പക്ഷേ? നമ്മളോട് പോലും ഡാഡി നല്ല ഫ്രണ്ട്ലിയാ. എന്നിട്ടെന്താ ഡാഡിക്ക് അധികം ഫ്രണ്ട്സ് ഇല്ലാത്തെ? ഡാഡിയുടെ കോളേജ് ഡേയ്സ് ഫോട്ടോസ് ടോം കണ്ടിട്ടുള്ളതല്ലേ? ഓ, അതിലൊക്കെ ഡാഡി നടുക്കും, ചുറ്റും കുറേ ഫ്രണ്ട്സും എല്ലാ ഫോട്ടോയിലും കാണാം. അപ്പോ ഡാഡി ഫ്രണ്ട്ലി അല്ലേ? ഓക്കെ, ഡാഡി ഫ്രണ്ട്ലി ആണ്. പിന്നെ എന്തുകൊണ്ടാണ് ഡാഡിക്ക് ഇപ്പോ ഫ്രണ്ട്സ് ഇല്ലാത്തെ? നമുക്ക് എളുപ്പം വീട്ടിലേക്ക് പോവാം. ടീന പുറകിൽ കയറിക്കോ. ഇത്രയും കൂടി നടക്കാമെന്നേ? നല്ല രസമല്ലേ ഇങ്ങനെ പ്രകൃതി ഭംഗിയും ആസ്വദിച്ച് നടക്കാൻ? രസമൊക്കെയാണ്, പക്ഷെ നമ്മൾ വീട്ടിലെത്താൻ വൈകില്ലേ? ഡാഡി വിഷമിക്കില്ലേ ടീന? ഡാഡിക്ക് നമ്മളെ നന്നായി അറിയാൻ ടോം, പിന്നെ വിശ്വാസവുമാണ്. അതുമല്ല, ഇനിയും വീട്ടിലെത്താനായി നമുക്ക് അനുവദിച്ചിരിക്കുന്ന സമയത്തിന്റെ 15 മിനിറ്റ് കൂടി ബാക്കിയുണ്ട്. വേഗം വീട്ടിലെത്തിയാൽ ഡാഡിക്ക് ഫ്രണ്ട്സ് എങ്ങനെയാ കുറഞ്ഞെന്ന് ചോദിച്ചറിയാമായിരുന്നു. എളുപ്പം പിറകി കയറി ടീന. ഓ, അതായിരുന്നല്ലേ ഇത്രയ്ക്കും ധൃതി? കുറച്ചൊക്കെ അതിനെക്കുറിച്ച് എനിക്കും അറിയാം. ഞാൻ പറഞ്ഞു തരാം ടോമിന്. എന്താ, ഇനി സൈക്കിളിൽ നിന്ന് ഇറങ്ങ ടോം, എന്നിട്ട് നടക്ക്. വേണ്ട, ഞാൻ വളരെ സ്ലോയി ചവിട്ടാം. അപ്പോ സ്ലോ റേസിനുള്ള പ്രാക്ടീസുമായി. ടീനയോട് സംസാരിക്കാനും പറ്റും. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? ഹോ, ഒരു സ്ലോ റേസുകാരൻ ആ സൈക്കിളിൽ നിന്നൊന്ന് താഴെ ഇറങ്ങുന്നുണ്ടോ ടോം? ഇല്ല, അതിരിക്കട്ടെ. ഡാഡിയുടെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് ടീനയ്ക്ക് എങ്ങനെ അറിയാം? അതെ, ഡാഡി വീട്ടിലുണ്ടാകുമ്പോൾ ഞാൻ ഡാഡിയോട് കുറെ സംസാരിക്കും. ഡാഡി ശരിക്കും ഒരു വലിയ പുസ്തകമാ. ആ നല്ല പുസ്തകത്തിൽ നിന്നും കുറെ പഠിക്കുവാനുമുണ്ട്. ഇപ്പൊ പുസ്തകം എന്ന് കേൾക്കുമ്പോ തന്നെ പേടിയാ. എത്ര പുസ്തകങ്ങളാ ഇത്തവണ പഠിക്കാനുള്ളത്? ഇതൊന്നും പോരാഞ്ഞിട്ടാണോ ടീന ഡാഡിയെ കൂടി പുസ്തകമാക്കിയത്? അല്ലേലും പണ്ടേ ടോം സാഹിത്യത്തിൽ വീക്കാണെന്ന് എനിക്കറിയാം. ഞാൻ ഇത്തിരി വീക്കാ. വെറുതെ എന്റെ കയ്യിൽ നിന്ന് വീക്ക് കൊള്ളണ്ടെങ്കിൽ മര്യാദയ്ക്ക് മനസ്സിലാകുന്ന ഭാഷയെ പറ. അതേ ടോം, നമ്മളെക്കാൾ കൂടുതൽ ജീവിച്ചിട്ടുള്ള ആളല്ലേ നമ്മുടെ ഡാഡി. ഇതിലെന്താ ഇത്ര സംശയം? അപ്പോൾ ജീവിതത്തെ കുറിച്ച് നമ്മളെക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഡാഡിക്ക് അറിയാൻ പറ്റില്ലേ? അതെ. അപ്പോൾ ഡാഡിയുടെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാൽ ഡാഡി 10-40 വർഷം കൊണ്ട് നേടിയത് ഏതാനും മണിക്കൂറുകൾ കൊണ്ട് നമുക്ക് ഉപയോഗപ്രദമാകും. അത് ശരിയാ. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഡാഡിയിൽ നിന്നും കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നത്.
മുതിർന്നവർ നമ്മളെ ഉപദേശിക്കുന്നതും ഇതുകൊണ്ട് തന്നെയാണ്. അതൊക്കെ ശരി തന്നെ. പക്ഷേ ഈ ഉപദേശം അതൊരു ബോറ് പരിപാടി തന്നെയാ. ഡാഡി എന്തെങ്കിലും നമുക്ക് പറഞ്ഞു തരുമ്പോൾ ടോമിനത് ബോറായിട്ട് തോന്നിയിട്ടുണ്ടോ? ഡാഡി ഉപദേശിച്ചാലും നമുക്കതൊരു ഉപദേശമായി തോന്നാറില്ല. മറ്റു ചിലരുണ്ട്. ഉദാഹരണത്തിന് സേവ അങ്കിൾ. ഓ, ആ അങ്കിൾ അല്പം കഷ്ടം തന്നെ. അല്ല ടീന, ഞാൻ നിങ്ങളുടെ പ്രായത്തിൽ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു. ഓ, ഒന്നും അല്ല. അങ്കിൾ മാത്രം വലിയൊരു സംഭവം. അങ്ങനെയും ചിലരുണ്ട്. 4 ആള് കൂടുന്നിടത്ത് കുട്ടികളെ കണ്ടാൽ അപ്പൊ തുടങ്ങും അവരുടെ ഓരോ ഉപദേശങ്ങൾ. പിന്നെ അവരവരെ തന്നെ പുകഴ്ത്തി പറഞ്ഞ് എല്ലാവരെയും ബോറടിപ്പിക്കും. ഇങ്ങനെയുള്ളവർ കാരണം ആരെങ്കിലും നല്ലത് പറഞ്ഞു കൊടുക്കാൻ പിള്ളേരെ ശ്രമിച്ചാൽ പോലും അവർ മൈൻഡ് ചെയ്യാതെയായി. അത് ശരിയാ ടീന. ഇപ്പോ സാവോ അങ്കിൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷനിൽ ഉണ്ടെങ്കിൽ ആ പാർട്ടിയിൽ പിള്ളേര് കുറവായിരിക്കും. ഹേ ടീന, ഈ സൈക്കിൾ ഒരു സുഖവുമില്ല ചവിട്ടാൻ. എന്റെ സൈക്കിൾ തന്നെയായിരുന്നു നല്ലത്. അയ്യടാ, എന്റെ സൈക്കിളിൽ മേലിരുന്നു കൊണ്ട് അതിനെ കുറ്റം പറയുന്നു. സ്വന്തം സൈക്കിൾ എടുക്കായിരുന്നില്ലേ? ആർക്ക് വേണം ഈ പൊട്ട സൈക്കിൾ? ടീന തന്നെ ഓടിച്ചോ, ഞാൻ നടന്നോളാം. കള്ള ടോമേ, വീടെത്താറായെന്നായപ്പോൾ എന്റെ സൈക്കിൾ പൊട്ട സൈക്കിൾ ആയല്ലേ? ഇനി സൈക്കിൾ ചോദിച്ചു വാ, തരാട്ടോ. ഞാൻ ഇനി ആ സൈക്കിൾ കൈകൊണ്ട് തൊടില്ല. ശരി ടോമേ. ടോമിന്റെ സൈക്കിൾ വർക്ക്ഷോപ്പിലല്ലേ, വെറുതെ ജാടയിടല്ലേ. ഇനിയും ആവശ്യം വരും കേട്ടോ. എനിക്ക് വേണ്ടെന്നേ ടീനയുടെ പൊട്ട സൈക്കിൾ. ഇനി ചോദിച്ചു വാ, തരാൻ കേട്ടോ. ഓം, എന്തൊരു ഓട്ടമായത്! നിനക്കെന്തെങ്കിലും പറ്റിയോ? വല്ലതും പറ്റിയോന്ന്? ടോമിന്റെ ഇരിപ്പ് കണ്ടില്ലേ? അതൊക്കെ ഞങ്ങളെ കണ്ട് പഠിക്ക്. എങ്ങനെ വീണാലും 4 കാലിൽ. ഓ, സോറി ഡാഡി, എനിക്ക് ശ്വാസം കിട്ടാത്ത പോലെ. എന്തു പറ്റി ടോം? എന്നെ തട്ടി ടോം വീണു. ടോം, ഇനി ശ്വാസം പതുക്കെ അകത്തേക്ക് വലിച്ചേ. ഇപ്പൊ എങ്ങനെയുണ്ട് ടോം? ഇപ്പൊ കൊള്ളാം. കുറച്ചു നേരം എനിക്ക് ശ്വാസം കിട്ടാത്ത പോലെയായി. എന്തുകൊണ്ടാ ഡാഡി ഇങ്ങനെ സംഭവിക്കുന്നത്? നേരെ നോക്കി നടക്കാത്തോണ്ട്. നമ്മുടെ നെഞ്ചും വയറും ചേരുന്ന ഭാഗത്ത് ശക്തമായ മുട്ടലോ തട്ടലോ കിട്ടിയാൽ ഉദരവും ശ്വാസകോശവും തമ്മിൽ വേർതിരിക്കുന്ന അവിടുത്തെ മാംസപേശി പെട്ടെന്ന് തളരുകയും അവിടെ അവശേഷിക്കുന്ന ശ്വാസം കൂടി പുറത്തേക്ക് തള്ളിക്കൊണ്ട് കോച്ചി പിടിക്കുകയും ചെയ്യുന്നു. 4 കാലിൽ വീഴാനുള്ള കഴിവ് എന്ന ദൈവത്തിന് നന്ദി. ഓ, അപ്പോ നമുക്ക് ശ്വാസം കഴിക്കാൻ പറ്റില്ല അല്ലേ? ഇല്ല, ആ കുറച്ചു നേരം, ഏകദേശം 1 മിനിറ്റോളം നമുക്ക് ശ്വാസം കഴിക്കാൻ പറ്റില്ല. അത് നമ്മളെ വല്ലാതെ ഭയപ്പെടുത്തിയേക്കാം. ശരിയാ, ഞാൻ ശരിക്കും പേടിച്ചു പോയി. ഇനി ഓടില്ല ഇമ്മാതിരി. പക്ഷേ പേടിക്കേണ്ടതില്ല. പെട്ടെന്ന് തന്നെ ആ മാംസപേശി സാധാരണ വിധത്തിലാവുകയും നമുക്ക് ശ്വസിക്കാൻ സാധിക്കുകയും ചെയ്യും. ഡാഡി ഇതൊക്കെ എവിടുന്ന് പഠിച്ചു? എന്റെ ഒരു കൂട്ടുകാരിൽ നിന്ന്. നമ്മുടെ ഡോക്ടറങ്ങളാണോ? അദ്ദേഹത്തിന് ഇതൊക്കെ നന്നായി അറിയാം. പക്ഷേ ഞാനിത് പഠിച്ചത് മറ്റൊരു കൂട്ടുകാരിൽ നിന്നാണ്. ആ കൂട്ടുകാരൻ ഇപ്പോ എവിടെയാ ഡാഡി? മക്കളെ, ഞാൻ അത്യാവശ്യമായിട്ട് പോസ്റ്റ് ഓഫീസിൽ വരെ പോവുകയാണ്. സമയത്തിന് ചെന്നില്ലെങ്കിൽ ശരിയാവില്ല. നമുക്ക് വന്നിട്ട് സംസാരിക്കാം. എന്താട്ടോ? ശരി ഡാഡി. ദൈവമേ, എനിക്കൊരു പേനയും വാങ്ങിക്കണം. പിന്നെ
നികിതയുടെ അടുത്ത് നിന്ന് ഗൈഡ് വാങ്ങിക്കണം. ശേ, ഡാഡിയോടൊപ്പം പോയാൽ മതിയായിരുന്നു. ഡാഡി പോയി കഴിഞ്ഞപ്പോഴാണോ ഓർക്കുന്നത്? ദേ ജൂലി കൂടി കളിയാക്കുന്നു. ഒന്ന് പോ ജൂലി. ടീന, വെറുതെ അല്ലേ തലയും കുത്തി വീണത്, ഇനിയും വീഴും. എന്താ? ടീന, ടീനയുടെ സൈക്കിൾ ഒന്ന് തരാമോ? അയ്യേ, ആഹാ, എന്ത് നല്ല നടക്കാത്ത സ്വപ്നം. എന്താ എന്റെ സൈക്കിളിനെ കുറിച്ച് പറഞ്ഞത്? പൊട്ട വണ്ടി എന്നല്ലേ? ഇനി ടോമിന് ടീനയുടെ കയ്യിൽ നിന്ന് വണ്ടി കിട്ടിയത് തന്നെ. ഹേയ്, നല്ല വണ്ടിയല്ലേ ടീനയുടേത്. ഒന്ന് തരുമോ ടീന? ഗൈഡ് വാങ്ങി എളുപ്പം വരാനേ, പ്ലീസ്. ടോമിന് നല്ല രാഷ്ട്രീയ ഭാവിയുണ്ട്. ഇല്ല ടോം, ടോമി പൊട്ട വണ്ടിയുമായി പോകണ്ട. ടീന, എനിക്ക് ടീനയുടെ പൊട്ട വണ്ടി വേണ്ട. ഞാൻ പവിയുടെ വണ്ടി വാങ്ങിച്ചു പോയിക്കൊള്ളാം. വേണ്ട ടോം, എന്റെ സൈക്കിൾ എടുത്തോ. ഞാൻ ചുമ്മാ പറഞ്ഞതാ. വേണ്ട, പവിയുടെ പുതിയ സൈക്കിളാ. യേ! പവിയുടെ അമ്മയെ ടോമിന് അറിയാലോ. ആ ജിമ്മി, നീ എങ്ങോട്ടാ? ഞാൻ പള്ളിയിലേക്ക് പോവുക. ടോം അങ്ങോട്ട് എത്ര ധൃതിയിൽ? സൈക്കിൾ എടുക്കാൻ വേണ്ടിയാ ഓടുന്നേ. ടോമിന്റെ വീട് അവിടെയല്ലേ, പിന്നെ എന്തിനാ സൈക്കിൾ എടുക്കാൻ ഇങ്ങോട്ട് പോകുന്നേ? ഇത് എന്റെ സൈക്കിളല്ല, എന്റെ ഫ്രണ്ടിന്റെ സൈക്കിളാ. ശരി, ഞാൻ അവരോടൊപ്പമാ പോകുന്നേ. എല്ലാവരും ഉണ്ടല്ലോ. പള്ളിയിൽ എന്താ പരിപാടി? ഹായ് ടോം. അവിടെ കുരിശുമലയിൽ നേർച്ചക്കഞ്ഞി കൊടുക്കുന്നുണ്ടെന്ന് ടോം വരുന്നില്ലേ? വരുന്നുണ്ടോ ടോം? ഞാനില്ല. അപ്പോൾ ഭക്തിയല്ല, വിശപ്പാണല്ലേ കാരണം. കളിയാക്കണ്ട ടോം. വിശപ്പ് മാറ്റാനല്ല ഞങ്ങൾ നേർച്ചക്കഞ്ഞു കുടിക്കുന്നത്. പിന്നെ പുണ്യാളിന് നേർച്ച നേർന്ന് എന്തെങ്കിലും ഒരു കാര്യം സാധിച്ചയാൾ അദ്ദേഹത്തിന്റെ സന്തോഷം പങ്കുവെക്കുമ്പോ അതിൽ ഞങ്ങളും പങ്കുചേരുന്നു, അത്രമാത്രം. വാട്ടോ, കഞ്ഞി കുടിച്ചിട്ട് പോകാം. നല്ല രസമായിരിക്കും. കഞ്ഞിയും പയറും. ഹായ് ഹായ്. ശരി ശരി, നടക്കട്ടെ നടക്കട്ടെ, ഞാനില്ല. 10 മിനിറ്റല്ലേ ടോം, കഴിച്ചിട്ട് പോയിക്കൂടെ? സൈക്കിൾ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വന്നേനെ. സാരമില്ല, നിങ്ങൾ ചെല്ല്. ഓക്കെ ടോം, എന്നാ പിന്നെ കാണാം. എളുപ്പം ചെല്ലാം. ദൈവമേ, കഞ്ഞി തീരാതിരുന്നാ മതിയായിരുന്നു. ഈ കഞ്ഞിയും പയറും ഒക്കെ മാറ്റി എന്നാണ് അവന് നേർച്ച ബിരിയാണി ഉണ്ടാക്കുന്നത്? ഒരു സാധനം സൂക്ഷിക്കില്ല. കൂടെയുള്ളവന്മാർ എല്ലാം കള്ളവർഗങ്ങളാ. എന്തിന് എന്റെ മകന് പറഞ്ഞാ മതിയല്ലോ. എന്തിനാ മമ്മ അവരെ പറയുന്നേ? ഞാൻ ഇന്ന് റബ്ബർ ക്ലാസ്സിൽ കൊണ്ടുപോയിട്ടില്ല. ദേ, നുണ പറഞ്ഞാലുണ്ടല്ലോ ഒറ്റ കുത്തി ഞാൻ വെച്ച് തരും. നിന്നെ വഷളാക്കിയതേ നിന്റെ അപ്പനാ. എന്നിട്ട് അങ്ങേര് വല്ലയിടത്ത് പോയി കിടക്കും. ഇതൊക്കെ അനുഭവിക്കാൻ ബാക്കിയുള്ളവനും. എന്റെ കർത്താവേ! കർത്താവേ, ദേ പവിയുടെ അമ്മയുണ്ട്. ദേ പവി. പവി, ഓക്കേ. ഹായ് ടോ, എന്തിനാ വന്നേ? അമ്മ ദേഷ്യത്തിലാന്ന് തോന്നുന്നു. മമ്മ അങ്ങനെയാ. അതിരിക്കട്ടെ, എങ്ങനെ എന്റെ വീട് കണ്ടുപിടിച്ചു? പവിൻ. പവീന്ന് വിളിച്ചാ മതി, അതാ എനിക്കിഷ്ടം. ഫുൾ നെയിം വിളിച്ചാ അതെന്റെ വിദേശത്തുള്ള പഠനത്തെ ഓർമ്മപ്പെടുത്തും. അത് വേണ്ട. ഞാൻ പുറത്തേക്ക് വരാം. ശരി പവി, വിദേശത്ത് എന്താ പ്രശ്നം?
ഓ, അത് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഞാൻ ഇവിടെ ഇനി ഒരാഴ്ച കൂടെ ഉള്ളൂ. ആ സമയം പോരാ അതൊക്കെ പറഞ്ഞു തീർക്കാൻ. ടോം ഇത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. നമ്മുടെ നാടിനോളം വരില്ല വേറൊരു സ്ഥലവും. പവി പെട്ടെന്ന് പോകുമല്ലേ? പിന്നെ പപ്പായിക്ക് ഇങ്ങ് വരാൻ തോന്നിയാ പിന്നെ എക്കാലവും ഞാൻ ഇവിടെ ഉണ്ടാവും. അതിരിക്കട്ടെ, എൻ്റെ വീട് എങ്ങനെ കണ്ടുപിടിച്ചെന്ന് ഇനിയും പറഞ്ഞില്ല. അത് മിനിഞ്ഞാന്ന് ട്യൂഷൻ ക്ലാസ്സിൽ പവി ആബ്സെന്റ് ആയിരുന്നല്ലോ. അപ്പോൾ ഒരു ബിജു പവിയെ കുറിച്ച് പറഞ്ഞപ്പോൾ തോമസ് പവിയുടെ വീടിനെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ കിട്ടിയതാ. ആ, മിഞ്ഞാന്ന് ഞങ്ങൾക്ക് കുറച്ച് വിരുന്നുകാരുണ്ടായിരുന്നു. അവരുടെ ഏതോ ബന്ധുവിന് കൊടുത്തയക്കാൻ കുറെ സാധനങ്ങളൊക്കെ ആയി വന്നതായിരുന്നു. അവര് വന്നപ്പം അമ്മ എന്നോട് പോവണ്ടെന്ന് പറഞ്ഞു. പവിയുടെ പപ്പയ്ക്ക് ഇങ്ങ് വരാൻ തോന്നിയാൽ മതിയായിരുന്നു അല്ലേ? ഏതാ? അതെ. പവി ഫുട്ബോൾ കളിക്കുമോ? കുറച്ചൊക്കെ. അതിരിക്കട്ടെ, ടോം ശരിക്കും പെന്തിനാ വന്നേ? 2 കാര്യമുണ്ട്. ഒന്ന്, ഇന്ന് രാവിലെ എന്നെ ഹെൽപ്പ് ചെയ്തില്ലേ? ഓ, ടീച്ചർ ചോദ്യം ചോദിച്ചപ്പോ. അതൊക്കെ ഒരു ഹെൽപ്പാണോ? പിന്നെ 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 എനിക്കൊരു ഹെൽപ്പ് കൂടി വേണം. എൻ്റെ അടുത്തുനിന്നോ? കേൾക്കട്ടെ. എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ചെയ്യാം. അത് ഞാൻ ഇന്ന് എൻ്റെ സിസ്റ്ററിനോട് വഴക്കിട്ടു. ടീനയല്ലേ? എനിക്കറിയാം. യെസ്, അതെ. ഇനി അവൾ എനിക്ക് സൈക്കിൾ തരില്ല. എനിക്ക് അത്യാവശ്യമായി ഒരു സ്ഥലം വരെ പോകാനാണ്. ഓ, അതിനെന്താ? ഇപ്പം അമ്മ കാറുമായി പുറത്തേക്ക് ഇറങ്ങും. അപ്പോൾ തന്നെ തന്നേക്കാം. രാത്രിക്ക് മുമ്പ് നീ തിരിച്ചു വരില്ലേ? തീർച്ചയായിട്ടും. ഞാൻ എൻ്റെ കാര്യം കഴിഞ്ഞാൽ അപ്പോൾ തന്നെ സൈക്കിൾ തിരികെ തന്നേക്കാം. ദേ, മര്യാദയ്ക്കിരുന്ന് പഠിച്ചോളണം, കേട്ടല്ലോ? ഇത് നമ്മുടെ മാർക്കസിന്റെ മകനല്ലേ ടോം? അതെ. എനിക്ക് ഡാഡി അറിയാം, എന്റെ ഫ്രണ്ട് ആയിരുന്നു. പക്ഷേ പുള്ളിക്ക് ഞാൻ ഫ്രണ്ട് ആയിരുന്നില്ല. അകത്തേക്ക് കയറിയിരിക്കും മോനെ. പവി, ഫ്രിഡ്ജിൽ കേക്ക് ഇരിപ്പുണ്ട്, ഞാൻ പോയിട്ട് വരാം. ദൈവമേ, മമ്മ ആദ്യമായിട്ടാ എൻ്റെ ഒരു ഫ്രണ്ടിനോട് മര്യാദയ്ക്ക് സംസാരിക്കുന്നത്. ഭാഗ്യം. ടോം, സമയം കളയണ്ട, സൈക്കിൾ എടുത്തോളൂ. കീ അതിൽ തന്നെ ഉണ്ട്. താങ്ക് യു പവി. ഇറ്റ്സ് ഓക്കെ. മമ്മയുടെ ഫ്രണ്ടിന്റെ മോനല്ലേ? അപ്പോൾ എന്റെ ഫ്രണ്ട് ആയതുകൊണ്ടല്ല. യു ആർ നോട്ട് മൈ ഫ്രണ്ട്. പിന്നെ യു ആർ മൈ ബെസ്റ്റ് ഫ്രണ്ട്. ദൈവമേ, എന്റെ സൈക്കിൾ! ചേട്ടാ, ഇവിടെ ഇരുന്ന് എന്റെ സൈക്കിൾ കണ്ടോ? ഇല്ല മോനെ, മോൻ സൈക്കിൾ പൂട്ടിയില്ലായിരുന്നോ? അയ്യോ, ധൃതിയിൽ ഞാൻ പൂട്ടിയില്ലെന്ന് തോന്നുന്നു. സൈക്കിളൊക്കെ പൂട്ടി വെക്കണ്ടേ മോനെ. ഇനി പോലീസിലൊരു പരാതി കൊടുത്ത് നോക്ക്. ദൈവമേ, ഞാൻ എന്ത് പറയും പവിയോട്? ടീനയുടെ സൈക്കിൾ എടുത്താൽ മതിയായിരുന്നു. വേഗം വീട്ടിലെത്താം. ടീനയോട് നടന്നതൊക്കെ പറയാം. ഈ ടോമിന്റെ ഒരു കാര്യം. ടോമിനെ ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു, ടോം നിന്നില്ല. ഷോ, ഇനിയിപ്പോ എന്ത് ചെയ്യും? മര്യാദക്ക് ഞാൻ പറഞ്ഞതല്ലേ എന്റെ സൈക്കിൾ എടുത്തോളാൻ. ടീന, സംഭവിച്ചു പോയി. ഇനി എന്ത് ചെയ്യുമെന്ന് പറ. എന്ത് ചെയ്യാൻ? ആ പയ്യന്റെ അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന മേടിച്ചോണ്ട് വേഗം പോരാൻ നോക്ക്. അല്ല പിന്നെ. നമുക്കൊരു കാര്യം ചെയ്യാം. ഡാഡി വന്നാലുടൻ ഡാഡിയോട് പറയാം. അയ്യോ, അത് പറ്റില്ല. ഇപ്പോൾ തന്നെ വൈകി. ഞാൻ പവിയെക്കുറിച്ച് പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. അവനൊരു പാവമാ. പിന്നെ എന്ത് ചെയ്യാനോ? ഞാൻ വരുന്ന വഴി ഇൻസ്പെക്ടർ അങ്കിളിനെ കാര്യം അറിയിച്ചിരുന്നു. കള്ളനെ അവർ പിടിച്ചോളും. പക്ഷേ അതുവരെ ഞാൻ എന്തായാലും പവിയെ പോയി കാണാൻ പോവാ. ദൈവമേ, നല്ല കോലത്തിൽ ടോമിനെ തിരികെ കിട്ടിയാ മതിയായിരുന്നു. ടോം, നിൽക്ക്. പവിയോട് എന്ത് പറയാനാ ടോമിന്റെ പ്ലാൻ? കൂട്ടുകാരോട് പ്ലാൻ ചെയ്ത് സംസാരിക്കുന്നത് ശരിയല്ല. നടന്നത് പറയാം. ഇരന്നു വാങ്ങാൻ പോയാണല്ലോ. കാത്തോള്ള ദൈവമേ. എന്നാ നടന്നു പോകണ്ട, എന്റെ സൈക്കിൾ എടുത്തോ. അതും പോയി കിട്ടും. ഇവരുടെയൊക്കെ ഒരു ബുദ്ധി. താങ്ക് യു ടീന.
ടോമിന്റെ സഹോദരനല്ലേ? എന്റെ സൈക്കിൾ ടോമിന്റേതുമാണ്. നമുക്കിടയിൽ നന്ദി പറച്ചിലിന്റെ ആവശ്യമുണ്ടോ? ഇതുപോലെ ആ കള്ളന്മാരും കരുതി കാണും. എന്റെ സൈക്കിൾ എവിടെ ടോം? അത് കാണാനില്ല പവി. ഞാനൊരു പെൻ വാങ്ങാൻ വണ്ടി നിർത്തിയതാ. പിന്നെ നോക്കുമ്പോൾ മമ്മിയോട് എന്ത് പറയും പവി? ദൈവമേ, എന്തായാലും ടോമിന്റെ കയ്യിൽ നിന്നാണ് പോയതെന്ന് പറയണ്ട. പിന്നെ എന്റെ കയ്യിൽ നിന്നാന്ന് പറയാം. കുറച്ച് തല്ലുകൊള്ളുമെന്നേ ഉള്ളൂ, പക്ഷെ താൻ എന്നും എനിക്ക് ഫ്രണ്ടായിരിക്കും. പവി, താൻ എനിക്ക് വേണ്ടി തല്ലുകൊള്ളേണ്ടടോ, പ്ലീസ്. എനിക്ക് തന്നെ ഒത്തിരി ഇഷ്ടമാണ് ടോം. സ്നേഹത്തിന്റെ നല്ല വശമാണ് സാക്രിഫൈസ്. ദേ മമ്മി എത്തി. എന്താ പവി ഇത്? ടോമിനെ ഇപ്പോഴും പുറത്ത് തന്നെ നിർത്തിയിരിക്കുക. വാ മോനെ, സൈക്കിൾ ഇവിടെ വെച്ചിട്ട് അകത്തേക്ക് വാ. ഹാ, ഇത് ലേഡി സൈക്കിൾ ആണല്ലോ. ഇത് എന്റെ സിസ്റ്റർ ടീനയുടേതാ. ഹാ, ടോമിന്റെ സൈക്കിളിന് എന്തു പറ്റി? അത് റിപ്പയർ ചെയ്യാൻ കൊടുത്തേക്കുവാ. ഇവിടെയും ഒരെണ്ണമുണ്ട്. വലിയ വിലയൊക്കെ കൊടുത്ത് വാങ്ങിയതാ. മോനെ പവി, നീ അധികം ഓടിക്കാറില്ലല്ലോ, അത് ടോമിന് കൊടുത്തേക്കൂ. അവന്റെ വണ്ടി ശരിയായി കിട്ടുമ്പോൾ തിരിച്ചു വാങ്ങിയാൽ മതി. മമ്മ, അത് എവിടെ നിന്റെ സൈക്കിൾ? അതിവിടെ കാണാനില്ലല്ലോ. അത് ഞാനൊന്ന് പുറത്തു പോയതായിരുന്നു. ഒരു കടയുടെ മുന്നിൽ വെച്ചു. ചോക്ലേറ്റ് വാങ്ങി തിരികെ നോക്കുമ്പോ സൈക്കിള് കാണാനില്ല മമ്മ. അസത്തെ, നിന്നെ ഇന്ന് ഞാൻ... മമ്മ, പവിയെ തല്ലരുത്. മോനെ ടോമേ, നീ മാറി നിക്ക്. ഇവനൊരു ശ്രദ്ധയുമില്ല. എന്ത് ചോദിച്ചാലും അവന്റെ പാപ്പ വാങ്ങിക്കൊടുക്കുന്നതുകൊണ്ടല്ലേ ഇവൻ ഇങ്ങനെ. ഇവൻ ഇന്ന് ഞാൻ... ഇല്ല മമ്മ, അവന്റെ കയ്യിൽ നിന്നല്ല, എന്റെ കയ്യിൽ നിന്നാണ് സൈക്കിൾ നഷ്ടപ്പെട്ടത്. ദൈവത്തെ ഓർത്ത് പവിയെ തല്ലരുത്. ടോം, ഇന്ന് ആദ്യമായിട്ടാണ് എന്റെ മകനെ കുറിച്ച് ഓർത്ത് ഞാൻ അഭിമാനിക്കുന്നത്. ഞാൻ വിചാരിച്ചു അവനിൽ നന്മ ഒട്ടുമില്ലെന്ന്, അവന് നല്ല കൂട്ടുകാരില്ലെന്ന്. ദൈവം എന്റെ പ്രാർത്ഥന കേട്ടു. പവി, ഇങ്ങു വാട മോനെ. ടോം, നീയും വാ. മമ്മ, എനിക്ക് കിട്ടിയില്ലല്ലോടാ ഇതുപോലെ ഒരു ഫ്രണ്ടിനെ. നിങ്ങൾ ഭാഗ്യം ചെയ്തവരാ മക്കളെ. സെറീന, തനിക്കും ഭാഗ്യമുണ്ടോ? ഇതാ കളഞ്ഞുപോയ തന്റെ സൈക്കിൾ. മാർക്കസ്, സന്തോഷമായില്ലേ? ഒത്തിരി. അതെ, സൈക്കിൾ കിട്ടിയതിലല്ല, എന്റെ പഴയ ക്ലാസ്മേറ്റിന്റെ മകനിൽ നന്മയും സ്നേഹവും കണ്ടതിലാണ്. പിന്നെ ഇത്രയും വർഷത്തിനു ശേഷവും മാർക്കസ്, താങ്കൾ എന്നെ ഓർക്കുന്നുവെന്നറിഞ്ഞതിലും. ഞാൻ എന്റെ ക്ലാസ്മേറ്റ്സുകളെ മറന്നിട്ടേയില്ല. പ്രത്യേകിച്ച് തന്നെ ക്ലാസ്സിൽ ഫസ്റ്റ് ആകാൻ വേണ്ടി എനിക്ക് അസുഖം വരാൻ വരെ നേർച്ചിട്ട ആളല്ല താൻ. അതൊക്കെ ഓർക്കുന്നു മാർക്കസ്. നിങ്ങളെ ദൈവം വളരെയേറെ അനുഗ്രഹിച്ചിരിക്കുന്നു. മാർക്കസിന്റെ ഈ മിടുക്കനാണ്, മാർക്കസിന്റെ ഈ മകനാണ് എന്റെ മകനിലെ നന്മ എനിക്ക് കാണിച്ചു തന്നത്. ടീന, ഈ സൈക്കിൾ എവിടെ നിന്ന് കിട്ടി? നമ്മുടെ ഇൻസ്പെക്ടർ അങ്കിൾ കള്ളനെ കൈയോടെ പിടികൂടി. ദൈവം നമ്മെ സ്നേഹിക്കാനാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അതെ, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 12-13 പറയുന്ന പോലെ അല്ലേ മാർക്കസ്? അതെ, ഈ അവസരത്തിൽ അനുയോജ്യമായ വചനങ്ങൾ. ഇതാണ് എന്റെ കൽപ്പന. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. സ്നേഹത്തിற்கு വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ആമേൻ.